ആക്രമണകാരികളായ വന്യമൃഗങ്ങളുടെ ഉപദ്രവം മൂലം ഹൈറേഞ്ച് ജനതയുടെ ജീവിതം ദുരിതക്കയത്തിലാണ്. ഉടുമ്പൻചോല, ദേവികുളം, പീരുമേട് താലൂക്കുകളിലെ വിവിധ മേഖലകളിലാണ് ഏതാനും വർഷങ്ങളായി വന്യമൃഗങ്ങളുടെ ഉപദ്രവം കൂടുതലായുള്ളത്. ചിന്നക്കനാൽ, ശാന്തൻപാറ മേഖലകളിൽ മാത്രം കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 47 പേരാണ്. ഓരോ വർഷവും വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നത് കോടികളുടെ കൃഷിവിളകളാണ്. പീരുമേട് താലൂക്കിലെ പ്ലാക്കത്തടം, അരണക്കൽ, തങ്കമല, ഗ്രാമ്പി, വണ്ടിപ്പെരിയാർ, ദേവികുളം താലൂക്കിൽ ഉൾപ്പെടുന്ന മാങ്കുളം, ചിന്നക്കനാൽ, സൂര്യനെല്ലി, മാട്ടുപ്പെട്ടി, ആനയിറങ്കൽ, പെരിയകനാൽ, ചിങ്കുകണ്ടം, നേര്യമംഗലം, ഉടുമ്പൻചോല താലൂക്കിലെ ശാന്തൻപാറ, ശങ്കരപാണ്ഡ്യൻമെട്ട്, പന്നിയാർ എസ്റ്റേറ്റ്, കോരമ്പാറ, രാജകുമാരി, ബി ഡിവിഷൻ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണം നടക്കുന്ന പ്രദേശങ്ങൾ. ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിലായി കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 47 പരം മനുഷ്യജീവനുകളാണ് കാട്ടാന കവർന്നെടുത്തത്. ഇതിൽ വനം വകുപ്പിലെ ഒരു വാച്ചർ മുതൽ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന കർഷകരും തോട്ടം തൊഴിലാളികളും വരെ ഉൾപ്പെടും. മേഖലയിൽ നിലവിലുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ വനം വകുപ്പ് മന്ത്രി നേരിട്ടെത്തി യോഗം വിളിച്ച് തീരുമാനമുണ്ടാക്കുമെന്നാണ് സേനാപതി വേണു MLA പറയുന്നത്. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ഇപ്പോൾ ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിൽ വന്യജീവികളുടെ ആക്രമണം ഏറ്റവും കൂടുതൽ ആയിട്ടുള്ളത് അത് ശാന്തൻപാറ പഞ്ചായത്തിലാണ്. രാജകുമാരി പഞ്ചായത്തിലെ ബി ഡിവിഷൻ പോലുള്ള പ്രദേശങ്ങളിൽ പക്ഷേ അത് ഒറ്റപ്പെട്ട സംഭവമാണ്. ശാന്തൻപാറ പഞ്ചായത്തിലാണ് നിരന്തരമായി ഈ വന്യജീവി ആക്രമണം. അപ്പോൾ അതിനെ സംബന്ധിച്ചും ഈ DFOയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചും അതുപോലെ ഇവിടുത്തെ ജനപ്രതിനിധികളെ വിളിച്ചും ഒരു യോഗം ശാന്തൻപാറയിലോ മൂന്നാറിലോ വിളിക്കാമെന്നും പ്രായോഗികമായി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നും, കാരണം ഗവൺമെന്റ് ഈ കാര്യത്തിൽ വളരെ കണിശമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഉന്നതതല യോഗങ്ങളും വിളിച്ചിട്ടുണ്ട്. ഓരോ സംഭവങ്ങൾക്കുമൊടുവിൽ പ്രതിപക്ഷ രാഷ്ട്രീയക്കാരുടെ സമരവും വാഗ്ദാനങ്ങളുമായി എത്തുന്ന ഭരണപക്ഷത്തിന്റെ ചെറിയ നഷ്ടപരിഹാരത്തിലും ഒതുങ്ങുകയാണ് പതിവ്. എന്നാൽ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുവാൻ ഭരണാധികാരികൾക്ക് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.